പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ മാമാങ്കങ്ങൾക്കായി കോടികൾ പൊടിക്കുമ്പോൾ അതിന്റെ 25% തുക മാറ്റിവെച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ നൂറുകണക്കിന് പാവപ്പെട്ടവർക്ക് കിടപ്പാടം ഒരുങ്ങുമായിരുന്നെന്ന കരുദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാജേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരുടെയും ആശാവർക്കർമാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സർക്കാർ ധാർഷ്ട്യം കാട്ടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിണറായി വിജയന്റെ നേട്ടപ്പട്ടികയിൽ ആകെ ചെയ്യാനുള്ളതെന്ന് പറയാനുള്ളത് അവർക്ക് അതാണ്. അവരുടെ കാലഘട്ടത്തായി പോയല്ലോ നടന്നത്. ആ നാഷണൽ ഹൈവേ ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ മേഖലകളിൽ താറുമാറായി അഴിമതിയുടെ കൂത്തരങ്ങാണ് ആ നാഷണൽ ഹൈവേ. അപ്പോൾ ഇത്രയും മോശമായ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നത് നാണം വേണം കുറച്ചൊക്കെ. കേരളത്തിലെ ആശാവർക്കർമാർ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ UDF നിയോജകമണ്ഡലം ചെയർമാൻ P. കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP അബ്ദുൾ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC നിർവാഹക സമിതി അംഗം ശാന്തമ്മ ഫിലിപ്പ്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ AGC ബഷീർ, TCA റഹ്മാൻ, CMP കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ VK രവീന്ദ്രൻ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജെറ്റോ ജോസഫ്, DCC ജനറൽ സെക്രട്ടറി ടോമി പ്ലാച്ചേരി, മുസ്ലിം ലീഗ് മണ്ഡലം ട്രഷറർ ലത്തീഫ് നീലഗിരി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M. രജീഷ് ബാബു, P. അടിയോടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.